സാറേ അപ്പുറത്തല്ലേ പോലീസ് സ്റ്റേഷൻ? അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ അപ്പുറത്താ എന്നും പറഞ്ഞ് നിങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പം അങ്ങോട്ട് എന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരൻ പെട്ട പോലെ തന്നെ നിങ്ങളും പെടും. ചെറിയ കേസല്ലോ. Sir, actually, what is the problem? It's just a matter of drunk and drive, no? Drunk and drive, അല്ലേ സാറേ? സാറേ അവനിവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്നടാ നിങ്ങളുടെ പേരൊക്കെ എന്നാ? പിന്നെ നിന്റെ സജീവ്. പേര് പറയടാ. I am Praveen Kumar from Chigi. Fast delivery with 5-star rating. ഇവൻ നിങ്ങളുടെ കൂടെ ഉള്ള അതെ സാറേ, ഞാൻ ഇവിടെ കൂടുതലുള്ള സാറേ. ചിലപ്പോ അങ്ങനെയൊക്കെ വരുമായിരിക്കും. നിങ്ങൾ മൂന്നിനെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാത്തനെന്നറിയോ? ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് ഊരണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാശ് ഇറക്കേണ്ടി വരും. സാറേ ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ഒക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളേ. സാറൊന്ന് പോയേ. കുറെ നേരമല്ലടാ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. ആ പെണ്ണ് ചത്തു. നീയൊക്കെ ഫ്ലാറ്റിൽ കൊണ്ട് പീഡിപ്പിച്ചില്ലേ രണ്ടെണ്ണത്തിന്? അല്ല ഹിന്ദിക്കാരി പെണ്ണ് ചത്തു. ഒടുങ്ങും നീയൊക്കെ. അയ്യോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവന്റെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്ന്. സാറേ ഇവരെ കോണ്ടാക്ട് എന്നാ സാറേ എന്നെ കോണ്ടാക്ട് ചെയ്ത്. അപ്പ ഹിന്ദിക്കാരി പെണ്ണിന്റെ കൊലപാതകത്തില് നിനക്ക് പങ്കുണ്ട്. പെണ്ണോ? കൊലപാതകം? സാർ ഏത് ഹിന്ദി സീരിയലിലെ കഥ സാറേ പറയും? നിങ്ങൾ ഇന്ന് പൊട്ടം കളിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. നിങ്ങൾക്ക് ഊരി പോരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളാം വീതം 3 പേരും ഒരു 3 ലക്ഷം രൂപ വെച്ച് റെഡിയാക്കുവാണെങ്കിൽ സെറ്റിൽ ചെയ്യാന്നാണ് ആ പെണ്ണിന്റെ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യും? കാശ് കൊടുക്കണ്ടേ? ഇപ്പൊ കാർഡിനകത്ത് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ATM ഉണ്ട്, ചെല്ലുക, എത്രത്തോളം പൈസ എടുക്കാവോ അത്രത്തോളം പൈസ എടുക്കുക. പിന്നെ വല്ല കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ വിളിച്ചാൽ പൈസ അറേഞ്ച് തരാൻ പറ. ലൈഫിന്റെ പ്രശ്നമാണ് തീർക്കേണ്ടത് നമുക്ക്. എന്നാ മക്കളെ ആലോചിച്ച് നിൽക്കല്ലേ? ചെല്ല്, കാശെടുത്തുണ്ടോ? എന്നാലും കാണും. നീ എടുക്കുക, ചെല്ല്. എടാ മക്കളെ, ബാക്കി കാശ് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് അവിടെ എത്തിച്ചോണം. അല്ലേ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കും. അതുകൊണ്ട് ആരെയെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ നമ്പർ പിന്നെ മൊബൈലിൽ സേവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരുടെ മൊബൈൽ എനിക്കിതാ. മൂന്ന് പേരൂടെ വിഡ്രോ ചെയ്തിട്ട് ഇത്രേ ഉള്ളോ? ഒരാള് തരാനുണ്ട്. ഏതോ ഒരാള്? നീയാണോ എടുത്ത്? 13 രൂപയായിട്ട് ഇരിക്കുക. നിങ്ങൾ ആരുടെയും കയ്യിൽ ഒരു 100 രൂപ എടുക്കാനുണ്ടാവും. ഇവരെ പോലെ 3 ലക്ഷം രൂപ നീയും ഉണ്ടാക്കി കൊണ്ട് തന്നില്ലെങ്കിൽ നീ ആയിരിക്കും ഈ കേസിലെ 1-ാം പ്രതി. സാറേ 3 ലക്ഷം റുപ്യ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കണം സാറേ? എന്നോടാ ചോദിക്കണത്? ഇത് ATM അല്ലേ? കുത്തിപ്പൊളിക്ക്. പോണ്ടാടാ. എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. എല്ലാവർക്കാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇതുപോലത്തെ കേസായിട്ടും കിടന്ന് ഉറങ്ങുന്നതിന്. നീ ആ താക്കോലി മേടിച്ചത് നന്നായി. അല്ലെങ്കിൽ ചെറുക്കൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയാണ്. ഇവനെയും കൊന്നാലോ? വേണ്ട വേണ്ട, ഇരി. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താടാ സുഖമായിട്ട് ഉറങ്ങിയോ? കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. കൊതുകൊക്കെ ഉണ്ട്, കടിച്ചില്ലല്ലോ അല്ലേ? കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞ നിന്റെ കൂട്ടുകാരോടാ? സാറേ അവരെ ഞാൻ വിളിച്ചു. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓനെ എന്നാന്നറിയാവോ, ഇങ്ങനത്തെ കേസൊക്കെ ഉള്ളപ്പം എന്നെ കൂട്ടുകാരാന്ന് പറഞ്ഞാലും പൊക്കളയും.
മോൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പൈസ കിടപ്പുണ്ട്? ഒരു 2 രൂപ അടുപ്പിച്ച് കാണും. ആ 2 രൂപയുണ്ട്. ഈ അകത്ത് കിടക്കുന്ന പെണ്ണിൻ്റെ അമ്മാവനുണ്ട്, ഹർപ്രീത് സിംഗ്. അയാളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊന്ന് എഴുതിയെടുത്തേ, മോൻ്റെ ബാങ്കിൻ്റെ ഇതെടുത്തിട്ട് അതിനകത്തോട്ട് ഇപ്പോൾ ഉള്ള എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്തോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എടുത്തോ. സാറേ ജോർജേ 0